PCOD ഉള്ള പേഷ്യൻസ് പലപ്പോഴും കൺസീവ് ചെയ്യാൻ കുറച്ച് മെഡിക്കൽ സപ്പോർട്ട് ആവശ്യം വരാറുണ്ട്. ഇങ്ങനെയുള്ള പേഷ്യൻസ് പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ കുറച്ചും കൂടി കൂടുതൽ കെയർ ചെയ്യാനും ശ്രദ്ധിക്കാറുണ്ട്. അവർക്ക് മറ്റുള്ള പ്രഗ്നൻസികളെ അപേക്ഷിച്ച് കുറച്ചുകൂടി കൂടുതൽ ഫ്രീക്വൻറ്റ് ആൻറ്റിനേറ്റൽ വിസിറ്റ്സ് നമ്മൾ കൊടുക്കാറുണ്ട്. ഇത് അവർക്ക് ആദ്യത്തെ 3 മാസങ്ങളിൽ അബോർഷൻ ചാൻസ് കൂടുതലുള്ളതിനാലാണ് ഇത് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള പ്രഗ്നൻസിയിൽ ആദ്യത്തെ 3 മാസം നമുക്ക് കുറച്ചും കൂടി ഹോർമോണൽ സപ്പോർട്ട് കുറച്ചും കൂടി ആവശ്യമായിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ പ്രഗ്നൻസി മുന്നോട്ട് പോകുമ്പോൾ ഷുഗർ വരാനുള്ള ചാൻസ് ഈ പേഷ്യൻസിൽ കുറച്ച് കൂടുതലായിരിക്കും. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ള ഒരു അവസ്ഥ ഉള്ളതിനാലാണ് ഇങ്ങനെ വരുന്നത്. അതുപോലെ BP കൂടാൻ, കുട്ടിയുടെ ഗ്രോത്തിൽ കുറവ് വരാൻ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം PCOD പേഷ്യൻസിൽ റിസ്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇടവിട്ടുള്ള ആൻറ്റിനേറ്റൽ ചെക്കപ്പിൽ BP പരിശോധന, ഷുഗർ പരിശോധന ഇതൊക്കെ മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറച്ചും കൂടി നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മാസം തികയാതെ പ്രസവിക്കാനുള്ള ചാൻസ്, അതും സർവീക്സിൻ്റെ ലെങ്ത്ത് കുറഞ്ഞു വരാനുള്ള ചാൻസൊക്കെ PCOD പേഷ്യൻസിൽ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് അവർക്ക് സ്കാനും കാര്യങ്ങളും അവരുടെ സെർവൈക്കൽ ലെങ്ത് മെഷർമെൻറ്റും ഇതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് അവരുടെ പ്രഗ്നൻസിയുടെ ആൻറ്റിനേറ്റൽ ചെക്കപ്പ് നമ്മൾ പൂർത്തിയാക്കുന്നത്.